വീടിന്റെ മുന്നിലുള്ള ഈ അത്തിമരത്തില് കുറച്ച് കാക്കകൾ കൂടുകൂട്ടിയിരുന്നു. ആ കാക്കക്കൂട്ടിന്ന് 2 കാക്കക്കുട്ടികൾ ഒരു ദിവസം താഴോട്ട് വീഴാണ്. ഒന്നിനെ നിർഭാഗ്യവശാൽ പൂച്ചകൾ കൊണ്ടുപോയി. ബാക്കിയുണ്ടായിരുന്ന ഒന്നിനെ നമുക്ക് എങ്ങനെയെങ്കിലും വളർത്താൻ നോക്കാമെന്ന് കുട്ടികൾ പറഞ്ഞു. ആ ഒന്നിന്റെ കൊക്കിൽ ചെറിയ മുറിവുകളും കണ്ണ് പോലും കാഴ്ച മങ്ങുന്ന രൂപത്തിൽ ആ മുറിവ് വല്ലാതെ പഴുത്തിരുന്നു. എന്തായാലും നിലത്ത് വെച്ചാൽ പൂച്ചകൾ ഇനിയും ആക്രമിക്കും, അല്ലെങ്കിൽ മറ്റു ജന്തുക്കൾ കൊണ്ടുപോകും. കാക്കകൾക്കാണെങ്കിൽ അതിനെ സംരക്ഷിക്കാനോ എടുത്തു കൊണ്ടുപോകാനോ കഴിയില്ല. അങ്ങനെ എന്തായാലും കഴിയുന്നത് പോലെ അതിനെ ശുശ്രൂഷിച്ച് നോക്കിയെടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അതിനെ എടുത്തു. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ചെറിയ അട്ടപ്പെട്ടിയിൽ, കടലാസ് പെട്ടിയിൽ അതിനെ സുരക്ഷിതമായി വെച്ചു. പരിക്ക് പറ്റിയത് കൊണ്ടും വളരെ ചെറിയ പ്രായമായതുകൊണ്ടും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വഴി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പക്ഷികൾക്ക് കൊടുക്കുന്ന ഓയിൽമെന്റ് വാങ്ങി, അതുപോലെ ചെറിയ സിറിഞ്ചിലായിട്ട് പറ്റാവുന്ന പോലെ അരിയൊക്കെ അരച്ച് ഫീഡിങ് നടത്തി നോക്കി. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. രാത്രി മുഴുവൻ വീട്ടിൽ ഈ അട്ടപ്പെട്ടി എടുത്തു വെക്കും. രാവിലെ ആകുമ്പോൾ കാക്കകളുടെ അടുത്തേക്ക് ഈ കടലാസ് പെട്ടി വെച്ച് കൊടുക്കും. അങ്ങനെ ഇടനേരങ്ങളിൽ കാക്ക വന്നിട്ട് ചെറിയ കൊക്കിൽ അതിന് വേണ്ട തീറ്റകളൊക്കെ കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയിരുന്നു. പക്ഷെ വേണ്ട രൂപത്തിൽ ആ തീറ്റകൾ കൊടുത്തിരുന്നില്ല. കാക്കകൾക്കാണെങ്കിൽ മുകളിലേക്ക് കൊണ്ടുപോകാനും കഴിയില്ല. ഓരോ ദിവസം കൂടുന്തോറും കാക്ക ക്ഷീണിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും പറ്റുന്ന രൂപത്തിലൊക്കെ ഓരോ ദിവസവും അങ്ങനെ ഉള്ളിൽ വെച്ചും പുറത്തു വെച്ചൊക്കെ അതിൻ്റെ ജീവൻ ഞങ്ങൾ സംരക്ഷിച്ചു പോകുന്നു. അങ്ങനെ എടുക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം സ്ഥിരമായി വെച്ചിരുന്ന സ്ഥലത്ത് അതിനെ കാണുന്നില്ല. അങ്ങനെ തെരഞ്ഞു പോയപ്പോൾ തൊട്ടടുത്തൊരു വളപ്പിൽ ഉറുമ്പരിച്ച് അതിൻ്റെ ജീവൻ പോയ നിലയിൽ കാണപ്പെടുകയായിരുന്നു. വളരെ സങ്കടം തോന്നി. എന്തായാലും കുറഞ്ഞൊരു ദിവസങ്ങൾ കൊണ്ട് മനസ്സിൽ പിടിച്ചു പറ്റിയ ആ ഒരു ജീവി വേണ്ട രൂപത്തിലൊക്കെ സംരക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു. അതിനെ സങ്കടത്തോടു കൂടെ മറമാടുകയും ചെയ്തു.